നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആ സ്ത്രീയോടൊപ്പമാണ്. കാര്യം അത് ഇപ്പൊ ഈ നടി അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലായതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ മുഴച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഭാഗത്താണ്. അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അത് സംഭവിക്കാതിരിക്കുന്നത്. വളരെ നന്ദി. താങ്ക് യു. 2017 കൊച്ചിയിൽ വെച്ച് മലയാളത്തിലെ പ്രമുഖ നടിയെ പൾസർ സുനിയും അതുപോലെ കൂട്ടുകാരും ആക്രമിക്കുന്നതും ദൃശ്യങ്ങൾ പകർത്തുന്നതുമെല്ലാം. പ്രോസിക്യൂഷൻ പറയുന്ന പ്രകാരം ഈ സംഭവത്തിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നടിയെ ആക്രമിക്കാൻ 8ാം പ്രതി ദിലീപ് ഗൂഢാലോചന നടത്തിയിരുന്നു. 2013 നടന്ന സംഭവങ്ങളാണ് ഇതിന് പ്രധാന തെളിവായിട്ട് പ്രോസിക്യൂഷൻ കാണിക്കുന്നത്. താരസംഘടനയായ അമ്മ നടത്തിയ ഷോയുടെ റിഹേഴ്സലാണ് ഇതിലൊന്ന്. ഷോയുടെ റിഹേഴ്സലിനിടെ ദിലീപും അതിജീവിതയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാവ്യ മാധവനും ദിലീപും ഒരുമിച്ചുള്ള ഫോട്ടോകൾ അതിജീവിത ദിലീപിന്റെ അന്നത്തെ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യർക്ക് അയച്ചെന്നും അതിജീവിതയുടെ പ്രവർത്തികൾ ദിലീപിനെ വൈരാഗ്യമുണ്ടാക്കിയെന്നും അന്ന് അതിജീവിതയുമായിട്ട് പ്രശ്നമുണ്ടായെന്നും ഈ ഒരു പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് സാക്ഷിയായി പലരും സിനിമാ രംഗത്തുണ്ട്. മലയാളങ്ങളിലെ താരങ്ങളെല്ലാം അണിനിരുന്ന ഒരു ഷോ ആയിരുന്നു മഴവിൽ അഴകിലമ്മ. ഷാർജയിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടന്നത്. ഇന്ത്യൻ സിനിമാ രംഗം 100 വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണയ്ക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആർട്ടിസ്റ്റുകൾക്ക് സഹായം നൽകാനുമാണ് അന്ന് ഷോ നടന്നത്. വലിയ ജനപങ്കാളിത്തം ഈ ഒരു ഷോയിലുണ്ടായി. എന്നാൽ ഈ ഒരു ഷോയുടെ റിഹേഴ്സലിനിടെ മറ്റൊരു സംഭവം നടന്നിട്ടുണ്ട്. നടി മീര ജാസ്മിൻ ഷോയിൽ പെർഫോം ചെയ്യാനിരുന്നതാണ്. റിഹേഴ്സലും ചെയ്തു. 2 പാട്ടുകളിലാണ് മീര പെർഫോം ചെയ്യാനിരുന്നത്. പിന്നീട് ആ നൃത്തരംഗങ്ങളിൽ റിമ കല്ലിങ്ങളും അതുപോലെ രമ്യ നമ്പീശനും എത്തി. പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനും ഒപ്പം മീര ഡാൻസ് റിഹേഴ്സൽ ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതാണ്. എന്നാൽ ഷോയിൽ മീരയില്ല. അന്ന് പല ചോദ്യങ്ങളും വന്നു. മീരയ്ക്ക് സുഖമില്ല എന്നായിരുന്നു അന്നത്തെ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇടവേള ബാബു പറഞ്ഞത്. അതേസമയം അമ്മ സംഘടനയും മീര ജാസ്മിനുമായിട്ടുള്ള ബന്ധം ആ കാലഘട്ടത്തിൽ സുഗമമായിരുന്നില്ല. 2009 2020 എന്ന സിനിമ ദിലീപ് നിർമ്മിച്ചത് അമ്മ സംഘടനയ്ക്ക് വേണ്ടിയാണ്. ഈ ചിത്രത്തിലെ നായികാ വേഷത്തിലേക്ക് ആദ്യം മീര ജാസ്മിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ മീര നായികയായില്ല. പിന്നീട് കുറെ കാലം മീര മലയാളത്തിൽ സജീവമായിരുന്നില്ല. മീരയ്ക്ക് വില കൊണ്ട് എന്നായിരുന്നു അക്കാലത്ത് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്തായാലും ഇന്ന് കോടതിയാണ് ഇക്കാര്യങ്ങളെല്ലാം വിധിക്കേണ്ടത്. അതായത് 2013 വിതച്ച വിത്തുകളാണോ ഇന്ന് ഈ ഒരു കേസ് ആക്കി തീർന്നത് എന്നുള്ളത്. അമ്മ ഷോയുടെ വേദിയിലുണ്ടായ സംഭവങ്ങളാണോ ഈ മുഴുവൻ കേസിന്റെ യഥാർത്ഥ തുടക്കം? അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയുന്ന ഈ കെട്ടുകഥകളിൽ എത്ര സത്യമുണ്ട് എന്നുള്ള കാര്യം ഇവയൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യക്തമാകും. എന്തായാലും അത്യപൂർവമായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ഒരു 8 വർഷത്തോളം നീണ്ടു നിന്ന കേസിന്റെ വിചാരണ കാലയളവിൽ നടന്നത്. നടൻ ദിലീപ് അടക്കം പ്രതിയായിട്ടുള്ള കേസിലെ മലയാള സിനിമയിലെ പല താരങ്ങളും സാക്ഷിയായ കേസ് സിനിമാ ലോകത്തേക്ക് സർക്കാരിന്റെ ഇടപെടലിന് കാരണമായ ഒന്നായിരുന്നു ഇത്. 2017 ഫെബ്രുവരി 17 രാത്രിയിലാണ് കൊച്ചിയിലെ വാഹനത്തിനുള്ളിൽ വെച്ച് ഈ ഒരു നടി ആക്രമിക്കപ്പെടുന്നത്. കേസിൽ നടൻ ദിലീപ് അടക്കം 10 പേരാണ് പ്രതി പട്ടികയിലുള്ളത്. പൾസർ സുനി എന്നറിയപ്പെടുന്ന സുനിയാണ് കേസിലെ 1ാം പ്രതി. ഷൂട്ടിങ്ങിനായിട്ട് തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു നടി. ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം അവരെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായിട്ടുള്ള ദൃശ്യം പകർത്തി എന്നായിരുന്നു കേസ്. സംഭവം ഉണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ പോലീസിന് പിടിയിലായി. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ജൂലൈയിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത്. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ ഒരു പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്.